ഹലോ ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു +2 ലെവൽ പരീക്ഷയാണ്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് നമ്മൾ ഏതൊക്കെ ടോപ്പിക്കാണ് ആദ്യം പഠിക്കേണ്ടത് എന്നൊരു വീഡിയോയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ കാര്യമായിട്ട് കൃത്യമായിട്ട് ജോലി വാങ്ങിയേ അടങ്ങൂ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ആദ്യ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്നതാണ് നമ്മുടെ സിലബസിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു രൂപം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ സാധിക്കും ഇതിൻ്റെ ഫുൾ സിലബസ് കാര്യങ്ങൾ. ഇതാണ് മാറ്റമൊന്നുമില്ല സിലബസ്. ഇവിടെ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ചു തീർക്കേണ്ട ടോപ്പിക്കുകളെ പറ്റി സംസാരിക്കുമ്പോൾ അത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മളെ ഭരണഘടന എന്ന ടോപ്പിക്ക്. GK ഭാഗം വരുമ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 8 മാർക്കാണ് ഇവിടെ വരുന്നത്. ഓക്കെ, 8 മാർക്ക് ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 8 മാർക്കാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, 8 മാർക്ക്. ഈ 8 മാർക്കിനെ പറ്റി വിശദീകരിച്ച് നമുക്കൊന്ന് നോക്കാം. വരും, നമ്മൾ ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോയി. ദാ ഈ 8 മാർക്ക് കിടക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയേ. നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കും. ദാ ഇത്രയും മാത്രം പഠിച്ചാൽ 8 മാർക്ക് കിട്ടും. എന്തുകൊണ്ടാണ് ഭരണഘടന ആദ്യം ഫോക്കസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഇവിടെയുണ്ട്. ഈ 8 മാർക്ക് ഇത്രയും ടോപ്പിക്ക് പഠിക്കുന്നതിലൂടെ മാത്രം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. വെറും ഇത്രയും ചുരുങ്ങിയ ഇത്രയും ടോപ്പിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് 8 മാർക്കാണ്. നിങ്ങൾ നോക്കിക്കോളൂ. ദാ ഭരണഘടന നിർമ്മാണ സമിതി +2 ലെവൽ 10th ലെവൽ ചോദ്യ പേപ്പർ നിങ്ങൾക്ക് കയ്യിലെടുക്കാം. +2 ലെവൽ 10th ലെവൽ ചോദ്യ പേപ്പർ നിങ്ങൾക്ക് കയ്യിലെടുക്കാം. ഈ 2 ലെവലിലെ ചോദ്യ പേപ്പർ മാത്രം മതി. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ മുഴുവൻ കണ്ടെത്തി ടോപ്പിക്ക് വായിക്കുന്നതിലേക്ക് പോവുക. ആദ്യം ഞാൻ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുന്നു, 10th +2 ലെവലിൽ എടുക്കുന്നു. നിങ്ങളതിൽ ഭരണഘടനയിൽ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ നോക്കുന്നു. ആ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾ ടോപ്പിക്കിലേക്ക് വരുന്നു. അങ്ങനെ പഠിച്ചാൽ ഈ ഒരു ടോപ്പിക്ക് എളുപ്പം തീരും, ഭരണഘടനാ നിർമ്മാണ സമിതി. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആമുഖവും പൗരത്വവും നോക്കാം. ആമുഖവും പൗരത്വവും നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കുന്ന 2 കാര്യങ്ങളാണ്. ആമുഖത്തിൽ വരുന്ന വാക്കുകളാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഭേദഗതി ചെയ്യപ്പെട്ട വർഷമാണ് ചോദിക്കുന്നത്. ആ ഭേദഗതിയാണ് ചോദിക്കുന്നത്. അതിൻ്റെ മുകളിലോട്ടൊന്നും ചോദ്യങ്ങൾ ആമുഖമായിട്ട് വന്നിട്ടില്ല. ഈ ഒരു ലിമിറ്റഡ് ഏരിയ. അപ്പം ഈ ലിമിറ്റഡ് ഏരിയ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ആമുഖമായിട്ട് ബന്ധപ്പെട്ട കാണാൻ പഠിച്ചിട്ട് പോയാലും നിങ്ങൾക്ക് ചാൻസ് ആണ്. പൗരത്വം പക്ഷേ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഉള്ളറകളിലേക്ക് ഇറങ്ങി പഠിക്കേണ്ടി വരും. 12th ലെവൽ പരീക്ഷയാണെങ്കിൽ പോലും നമുക്ക് നല്ലൊരു ലെവല് തന്നെ പ്രതീക്ഷിച്ച് പോവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുക. മൗലിക അവകാശങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പഠിക്കുക. നിർദ്ദേശക തത്വങ്ങൾ പഠിക്കാതെ പോകരുത്. മൗലിക കടമകൾ കൃത്യമായിട്ട് എന്തൊക്കെയാണ് മൗലിക കടമകളെന്ന് പഠിക്കേണ്ടി വരും. ഗവൺമെൻറ് ഘടകങ്ങളിനകത്ത് നിങ്ങൾ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, പാർലമെന്റ്, ഗവർണർ, സ്പീക്കർ തുടങ്ങിയ ആൾക്കാരെ പറ്റി പഠിക്കുക. സ്പീക്കർ, ലോക്സഭാ സ്പീക്കർ പഠിക്കുക. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെ സ്പീക്കറിനെ പറ്റി പഠിച്ചിട്ട് പോവുക. അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, ഗവൺമെൻറ്, നമ്മൾ പ്രസിഡന്റ്, പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോകുന്നത് നമ്മുടെ പഠനം കുറച്ചുകൂടെ ഊർജ്ജസ്വലമാക്കുന്നതിലേക്ക് വ്യാപിപ്പിക്കുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ 42, 44 ഈ സാധനങ്ങൾ പിന്നെ 106 ഒന്ന് പഠിച്ചിട്ട് പോകട്ടെ. 106 ഒന്ന് നന്നായിട്ട് പഠിച്ചിട്ട് പോകാം. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ, CPO പരീക്ഷയ്ക്ക് ഡിലീഷന് മുമ്പേ 64 മാർക്ക് വാങ്ങിച്ചു. ഡിലീഷന് ശേഷം 61.33 മാർക്ക് വാങ്ങി 42ാമത്തെ റാങ്ക് വാങ്ങി ലിസ്റ്റിൽ വന്ന ആളാണ് ഞാൻ. ഓക്കെ, അപ്പം ഞാൻ എങ്ങനെയാണ് ഒരു 12th ലെവൽ പരീക്ഷയ്ക്ക് പഠിച്ചത് എന്നുള്ളൊരു ടിപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ആദ്യം ഞാൻ തീർത്ത ഭരണഘടന, കാരണം 8 മാർക്ക് കുറച്ച് പഠിച്ചാൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ടോപ്പിക്കാണ് GKയിൽ. അതുകൊണ്ട് ആ 8 മാർക്ക് ഉറപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. 8 + 3 11 മാർക്ക് നമുക്ക് ഇവിടെ കിട്ടും. എങ്ങനെയെന്നല്ലേ, കേരള ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കൂടെ ചേർത്ത് പഠിച്ചാൽ 11 മാർക്ക് കിട്ടും. അതിലേക്ക് നമുക്ക് വരാം. പിന്നെ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. അതിൻ്റെ കമ്മിറ്റികൾ വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ചുമതല, ഈ ലിസ്റ്റിൻ്റെ കാര്യം പഠിക്കുക. ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സംഭവം അവിടെ കിട്ടും. തൊട്ട് താഴെ കിടക്കുന്ന കേരളം ഭരണവും ഭരണ സംവിധാനവും 8 + 3 11 മാർക്കിൻ്റെ മാജിക് ഇവിടെയാണ്. 8 + 3 11 മാർക്കിൻ്റെ മാജിക് ഇതാ കിടക്കുന്നു. ഈ സംസ്ഥാന സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആർട്ടിക്കിൾസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആർട്ടിക്കിൾസ് എവിടെ വരുന്നു? ഭരണഘടന വരുന്നു, പഠിക്കുക. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഇതാ നടക്കുന്നു. കേരളത്തിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ, PSC പോലുള്ള കാര്യങ്ങൾ പഠിക്കുക. വിവിധ കമ്മീഷനുകൾ, ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻസ് ആണ് ചോദിക്കുന്നത്. സാമൂഹിക, സാമ്പത്തിക, വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ അവിടെ നിൽക്കട്ടെ. ദുരന്ത നിവാരണ അതോറിറ്റി പഠിച്ചിട്ടേ പോകാവൂ. തണ്ണീർത്തടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും പഠിക്കാതെ പോകരുത്, തണ്ണീർത്തടം. പിന്നെ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ,
MNGRE അങ്ങനെയുള്ള കാര്യങ്ങൾ, അയ്യങ്കാളി എല്ലാം പഠിച്ചിട്ട് പോകാം. ഓക്കെ. പിന്നെ ഭൂപരിഷ്കരണങ്ങളോട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്, പഠിക്കുക. കുട്ടികൾ മുതിർന്ന പൗരത്വം, ഈ സാധനം മൊത്തവും പഠിക്കുക. ഓക്കെ. അപ്പോൾ 8, 3, 11 മാർക്ക് ഇവിടെ ചുളുവിന് കിട്ടും. 8+3 ഇവിടെ കൂടുതൽ പദ്ധതികളാണ് ചോദിക്കുന്നത്. പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇവിടെ 11 മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ. അതായത് നമ്മൾ നല്ലൊരു സ്കോറിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന മാർക്കാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നേരെ ബയോളജി ഫോക്കസ് ചെയ്യാം. നിങ്ങൾ ബയോളജി ഫോക്കസ് ചെയ്യുക. ഇത്രയും മാത്രം പഠിച്ചാൽ 4 മാർക്ക് കീശയിലിരിക്കും. എത്ര മാർക്ക്? 4 മാർക്ക് കീശയിരിക്കും. അതിൽ തന്നെ ഇതൊരു വലിയ ടോപ്പിക്കാണ്, കുറച്ച് പഠിച്ചാൽ മതി. പക്ഷേ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പും തന്നെ ചെയ്യാം. പക്ഷേ ബാക്കിയുള്ള ടോപ്പിക്കെല്ലാം ചെറിയ ടോപ്പിക്കാണ്. വളരെ ലിമിറ്റഡ് സോഴ്സിൽ നിന്ന് പഠിച്ച് തീർത്ത് നമുക്കൊരു 3 മാർക്ക്, 2 മുതൽ 3 മാർക്ക് വരെ ഇവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. നെഗറ്റീവ് ഇല്ല എന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് പഠിക്കും. അപ്പോൾ നമ്മളെ തെറ്റിക്കുന്ന രീതി, കുഴപ്പിക്കുന്ന രീതി PSC ചോദിച്ചേക്കാം. പക്ഷേ നമുക്കിവിടെ ഈസി ആയിട്ട് അടിച്ചെടുക്കാൻ സാധിക്കും. ഈസി ആയിട്ട് നമുക്കിവിടെ ഈ മാർക്ക് നമുക്ക് അടിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ. 4 മാർക്കിൽ ഒരു 3 മാർക്ക് കിട്ടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ചാൻസിലേക്ക് കൂടെ നിങ്ങൾ ഉയർന്നു വരികയാണ്. പിന്നെ ഈ 2 ടോപ്പിക്ക് ഇവിടെ നിങ്ങൾ പ്രീവിയസ് മാത്രം പഠിച്ചാൽ മതി. കാരണം ഞാൻ ഈ ടോപ്പിക്ക് പഠിക്കാതെയാണ് പരീക്ഷയ്ക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇവിടെയൊക്കെ നോക്കി 3 മാർക്കിനൊക്കെ കടൽ പോലെ പഠിക്കണം. ഇതൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് തന്നെ ചെയ്യാം. പക്ഷേ നിങ്ങൾ സയൻസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ്, നിങ്ങൾ പ്രീവിയസ് മാത്രം വെച്ച് പഠിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും കേരള ഗവേണൻസിനും 11 മാർക്കിൻ്റെ ടോപ്പിക്ക് കൊടുക്കണം. 4 മാർക്കിൻ്റെ ബയോളജി അടുത്ത പ്രയോറിറ്റി കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കിടക്കുന്നു ഏതാണ്? ധനതത്വശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്താണ്? എക്കണോമിക്സ് വളരെ കുറച്ച് പഠിച്ചുകൊണ്ട് 5 മാർക്ക് നിങ്ങൾക്ക് ഈ മേഖലയിൽ നേടാൻ സാധിക്കും. 5-ൽ 4 മാർക്ക് വെച്ച് പിടിക്കുക. അപ്പം 4 ആ 8, 3, 11 9 മാർക്ക് വരെ നിങ്ങൾക്ക് കിട്ടും. 9, 4, 13, 13 പിന്നെ ഏകദേശം 3 മാർക്ക് 16 മാർക്ക് കുറഞ്ഞ അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇത്രയും ടോപ്പിക്കുകൾ GK എന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നേരെ പോകാം. അങ്ങനെ 80 മാർക്കിൻ്റെ ടോപ്പിക്കിൽ നിങ്ങൾക്ക് നേരെ പോകാം. നോക്ക് ഇവിടെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. 10 മാർക്കിൻ്റെ ആനുകാലികം, ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക. ഡെയിലി CA നമ്മുടെ കാർത്തിക മിസ് അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്, പോവുക. പിന്നെ വീക്ക്ലി CA ഇവിടെ ചെയ്യുന്നുണ്ട്, മന്ത്ലി CAയും ചെയ്യുന്നുണ്ട്. പോരാത്തതിന് നിങ്ങൾ പത്രവും കൂടെ വായിക്കുക. 10 മാർക്കിൽ നിങ്ങൾക്കൊരു 6 to 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ കില്ലാടിയായി കഴിഞ്ഞു. പിന്നെ ലഘുഗണിതം, നമ്മുടെ മാത്സുമായിട്ട് ബന്ധപ്പെട്ട് 10. ഇവിടെ നിങ്ങൾ പ്രീവിയസ് ഇയർ മാത്രം പഠിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്ലസ് മാക്സിമം ക്വസ്റ്റ്യൻസ്, ഈ 2 കാര്യവും നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ നിന്ന് ഒരു 7 മാർക്ക് അവിടെ സുഖമായിട്ട്, 7 അല്ല ചിലപ്പോൾ 9 മാർക്ക്, 7 മുതൽ 9 മാർക്ക് വരെ ഇവിടെ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നേരെ വരുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് ഗ്രാമർ വേണ്ട പ്ലസ് മാക്സിമം ക്വസ്റ്റ്യൻസ്. ഒന്നും നോക്കണ്ട, ഇവിടെയൊക്കെ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ന തത്വത്തിൽ തന്നെ അധിഷ്ഠിതമായിട്ട് പഠിച്ചോളൂ. ധൈര്യമായിട്ട് നിങ്ങൾക്കിത് കിട്ടിയിരിക്കും. കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഈ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അറിയാമോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അതിൻ്റേതായ ബെനിഫിറ്റ് നിങ്ങൾക്കുണ്ടാവും. ഓക്കെ. അപ്പോൾ അതൊന്ന് മെയിനായിട്ട് നോക്കുക. ഓക്കെ. പിന്നെ വൊക്കാബുലറി ഈ സെയിം സാധനം, ഈ 2 ഒരുമിച്ച് പഠിച്ചാൽ മതി. മലയാളത്തിലും മാക്സിമം ക്വസ്റ്റ്യൻസ്, മാക്സിമം പദശുദ്ധിയൊക്കെ അങ്ങ് പഠിച്ചെടുക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. പ്ലസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെ പഠിക്കാം. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ചോദ്യം കിട്ടും അവിടെ പഠിക്കുക. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് എഡിറ്റോറിയൽസ്, മലയാളം പുതിയ പദങ്ങൾ, പഴയ പാട്ടുകൾ കേൾക്കുക. ഒരു വൈൽഡ് സാധനമാണ്. പ്ലസ് പഴയ പാട്ടിൽ കവികൾ യൂസ് ചെയ്തിരിക്കുന്ന കുറേ സാധനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. കാന്താരം നമ്മൾ അടുത്തിവിടെ നമ്മളെ ബാച്ചിനിട്ടിട്ടുണ്ട്. കാന്താരം ഒരുപാട്. അഞ്ജനക്കണ്ണെഴുതി, ആലിലെ താലി ചാർത്തി, അറപ്പുരവാതിൽ ഞാൻ, കർണികാരം പൂത്തു തളർത്തു, അല്ലേ? നമ്മളെ പാട്ടില്ലേ, അത് നോക്കിയാൽ മതി. ഓക്കെ. അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാം. 10 മാർക്ക്. പിന്നെയാണ് നിങ്ങൾ 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക്. നോക്ക്, ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അമൽ സാറ് കില്ലാടി, അമൽ സാർ കില്ലാടി അമൽ സാർ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും. ഇത്രയും സാധനം. ഓക്കെ. ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. ജോഗ്രഫിയാണ് കൂടുതൽ വരുന്നത്. പിന്നെ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആക്ട്, ഈ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, പല ആക്റ്റുകൾ വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്കിവിടെ വ്യക്തമായ രീതിയിൽ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ കാന്താരം ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കാന്താരം ബാച്ചിൽ 20 മാർക്കിൽ 18 മാർക്ക് നിങ്ങളെ കൊണ്ട് അടിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ ഇവിടെ ഉണ്ടാവും. IT ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്ക്,
ഇവിടെ ചിലപ്പോൾ 78 എന്നുള്ള സെക്ഷൻ കൂടെ പഠിക്കേണ്ടി വരും, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ഈ മേഖലയിൽ 2 മാർക്ക്, അവിടെ 18 മാർക്ക്. അങ്ങനെ ആ 20-ൽ നിങ്ങൾക്കൊരു 18 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചുമ്മാ കയറി അങ്ങ് സ്റ്റാർ ആവും. ചുമ്മാ കയറി അങ്ങ് ഒരു എഫേർട്ടില്ല, ചുമ്മാ കയറി അങ്ങ് സ്റ്റാർ ആവും. ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രമാത്രം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇവിടെ നിന്ന് ലഭ്യമാകുന്നതാണ് കാന്താരം ബാച്ച്. അപ്പോൾ 18 ഏകദേശം ഇത്രയും മാർക്കായപ്പോൾ തന്നെ നിങ്ങൾ ഏകദേശം ലിസ്റ്റിൽ ടോപ്പ് പോകേണ്ട മാർക്കായില്ലേ. ഇത്രയും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് നിങ്ങൾ നമ്മുടെ കലാസാഹിത്യമൊക്കെ ഏറ്റവും ലാസ്റ്റേ, ഇതൊക്കെ ഏറ്റവും ലാസ്റ്റേ പഠിക്കാവൂ. ഇതൊക്കെ ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് പ്രയോറിറ്റി, ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് പ്രയോറിറ്റി മാത്രം കൊടുക്കുക. പിന്നെ വരുന്നത് ഇംഗ്ലീഷും നമ്മുടെ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ 5 മാർക്കിൻ്റെ ടോപ്പിക്കാണ്, പഠിക്കണം വിത്ത് പ്രീവിയസ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രീവിയസ് നോക്കാൻ വന്നതെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും കൃത്യമായിട്ട് എങ്ങനെയാണ് ചോദ്യങ്ങൾ അവർ ഫ്രെയിം ചെയ്തിരിക്കുന്നത്, ആ രീതി തന്നെ പഠിച്ചു പോവുക. ഹിസ്റ്ററിയിലും സെയിം ആയിട്ട് തന്നെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു 3 മാർക്ക് എന്തായാലും ഒന്നുകിൽ ഇത് ഭയങ്കര പാടായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും. ഹിസ്റ്ററിയുടെ കേസ് അങ്ങനെയാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ 5 മാർക്കും കിട്ടിയേക്കാം, ചിലപ്പോൾ 4 മാർക്ക്. എന്തായാലും 3 to 5 എളുപ്പമാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ 1 to 2 മാർക്ക് മാത്രം പ്രതീക്ഷിച്ചാൽ മതി ഈ മേഖലയിൽ. പക്ഷേ നിങ്ങൾക്ക് ഈ ഭൂമിശാസ്ത്രത്തിലും സെയിം സാധനം തന്നെ നോക്കിയാൽ മതി. ഒന്നുകിൽ നിങ്ങൾക്കൊരു 3 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ 1 മുതൽ 2 മാർക്ക്, മാക്സിമം പോയാൽ 3 മാർക്കൊക്കെ ഇതിനകത്തുനിന്ന് കിട്ടാനായിട്ട് സാധ്യതയുള്ളൂ. അത്ര നല്ല റേഞ്ചുള്ള ചോദ്യങ്ങൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഓൾറെഡി പ്രയോറിറ്റൈസ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ അടക്കുന്നു 11 മാർക്കിൻ്റെ ടോപ്പിക്ക് പഠിക്കുക. പിന്നെ ഇതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുക, തേർഡ് പ്രയോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കൊടുക്കുക, മാക്സിമം കൊടുക്കുക. ഇത്രയും സാധനങ്ങൾക്ക് തേർഡ് പ്രയോറിറ്റി നമ്മളെ കറണ്ട് അഫെയർ ചേർത്ത് പഠിച്ചോ. പിന്നെ ഡെയിലി പോകേണ്ട സാധനത്തിന് നോക്കിയോ, 4th ഇട്ടിരിക്കുന്നേ ഉള്ളൂ, ഇങ്ങനെ പഠിച്ച് പോകുക എന്നുള്ളത്. ഇവിടെ വരുന്ന ഡെയിലി നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുക. ബാക്കി ഫോളോയിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ലാസ്റ്റ് ലീസ്റ്റ്. സയൻസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ല പ്രയോറിറ്റി കൊടുക്കുക, അല്ലാത്തവർക്ക് ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് കൊടുത്താൽ പോലും നിങ്ങൾക്ക് യാതൊരു നഷ്ടം വരാൻ പോകുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെയും പ്രയോറിറ്റി കൊടുക്കുക. ഇതെല്ലാം കൂടെ കൊടുത്ത് പഠിച്ച് മാക്സിമം നിങ്ങളൊരു 65+ ഒക്കെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജോലിയിൽ കയറുന്നൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. കാരണം എന്തുകൊണ്ടാണ് 65 പറഞ്ഞത്? കാരണം കഴിഞ്ഞ കട്ട് ഓഫുകൾ പിന്നെ അവലോകനം നടത്തിക്കൊണ്ടാണ് പറയുന്നത്. ഒരു 65 മാർക്കൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ പാടാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമാണെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് കരുതിയിരിക്കണം. എന്തായാലും ഒരു 65+ വാങ്ങിക്കാനുള്ള സമയം ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് 65+ വാങ്ങിക്കുക. സ്വപ്ന ജോലിയിലേക്ക് എല്ലാവർക്കും എത്താൻ പറ്റട്ടെ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിനുവേണ്ടി കാന്താരം ബാച്ച്, നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ കാന്താരം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്ക്ലൂസീവ് ബാച്ചാണ്. സ്പെഷ്യൽ ടോപ്പിക് എല്ലാം അമൽ സാറും പിന്നെ നമ്മുടെ ബാസിത് സാറും ഒക്കെ ചേർന്നാണ് സ്പെഷ്യൽ ടോപ്പിക് എടുക്കുന്നത്. ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ 8281223366 എന്ന നമ്പറിലേക്ക് വിളിക്കുക. പിന്നെ നമ്മുടെ സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സൂപ്പർ നോട്ട്സിൻ്റെ ഭാഗമായിട്ട് മാറുക. എല്ലാവർക്കും നല്ലൊരു പഠനകാലം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ താൽക്കാലികമായി വിടവാങ്ങുന്നു. താങ്ക് യു ഓൾ.